നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോലീസുകാരല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല ചില പോലീസുകാരെ. ഇനി ഇന്ദ്രജമ്മായി പറഞ്ഞിട്ട് മരുമകൻ ചെയ്താണോന്ന് ആർക്കറിയാം. മീനാക്ഷി, എന്റെ മോളെ മായമ്മ വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാൻ ആ കുട്ടിയെ തിരക്കി ഇറങ്ങിയത്. ഈ സാറ് ഡ്യൂട്ടിയോടുള്ള സ്റ്റേഷനിൽ ചെന്ന് ഞാൻ കംപ്ലൈന്റ് പറയുകയും ചെയ്തു. എന്നിട്ട് താനാ മായമ്മയെ കാറെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അത് കൊല്ലാനാണെന്ന് ഞങ്ങൾക്കറിയോ. താനും അവിടെ തമ്മിലുള്ള ആ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയതാ. ദൈവമേ, എല്ലാവരും കൂടി എന്നെ വീണ്ടും അകപ്പെടുത്തുകയാണല്ലോ. വീണ്ടും കരയാനാണല്ലോ എന്റെ ദേവിക്ക് വിധി. നിങ്ങളെന്തിനാ കരയുന്നത്? ആ സ്ത്രീയെ കൊന്നതിന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്താപം തോന്നുന്നുണ്ടാവും അല്ലേ? ഞാൻ ആ സ്ത്രീയെ കൊന്നിട്ടില്ല. ആ മഹാപാപം നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തലയിൽ കെട്ടിവെക്കരുത്. ഉള്ള സത്യവും സാഹചര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളെ സഹായിക്കാൻ കഴിയും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്റെ പിടിവിടും. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞ് അന്വേഷണത്തോട് സഹകരിക്കണം. ഇതിൽ കൂടുതൽ സത്യം ഞാൻ എന്ത് പറയാനാണ് എന്റെ സാറേ? എന്റെ ദൈവത്തിനാണ് സത്യം, എന്റെ അമ്മയാണ്, ഈ ചരാചരങ്ങളാണ് സത്യം. ഞാനൊരു ഉറുപ്പിനെ പോലും കൊന്നിട്ടില്ല. ഒന്ന് മനസ്സിലാക്കാൻ എന്റെ സാറേ. എന്റെ ദൈവമേ, എന്റെ മനസ്സ് തുറന്ന് ഞാൻ എങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കും? എനിക്ക് ഇത്രയും വേദനയും പരീക്ഷണങ്ങളും തരാൻ ഞാൻ എന്ത് തെറ്റാണ് ഭഗവാനെ ചെയ്തത്? മഹാദേവൻ, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. സർ, മോനെ, ഇതൊരു മരിച്ച വീട് പോലെ ഉണ്ടല്ലോ. ഇത് കാണാനല്ലേ നീ ഏകാദശി നോറ്റത്? ഏകാദശി ഒന്നും നോറ്റില്ല, ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ചു. ദേ നിന്റെ പഴയ ഭർത്താവ് വന്നു. അവൻ പഴയതാണെന്ന് ആര് പറഞ്ഞു? ആ, പാമ്പും പഴയത് തന്നെ നല്ലത് അല്ലേ? നീ വന്ന കാലം നിൽക്കാതെ കുറച്ചേറെ ഇവിടെ ഇരിക്ക്. നീ എന്തായാലും ഒരു മഹാകാര്യം ചെയ്തിട്ട് കയറി വന്നല്ലേ. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് സ്വന്തം വല്യമ്മാവനെ അറസ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നു. ഭസ്മാസുരന് വരം കൊടുത്തുപോരായി പോയി ഇവന്റെ പോലീസ് ഉദ്യോഗം. അത് നേടിയെടുക്കാൻ ആരൊക്കെ കഷ്ടപ്പെട്ടോ അവരുടെ തലക്ക് തന്നെ നീ പ്രത്യുപകാരം കൊടുത്തു. നന്ദികേടാണല്ലോ ഇവന്റെ ജീവിത പുസ്തകം നിറയെ. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? മുത്തശ്ശി, വ്യക്തമായ കാര്യങ്ങൾ അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. എന്താണ് നിനക്ക് ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ? ജയേട്ടൻ നിന്റെ വല്യമ്മാവനോ അമ്മായി അച്ഛനോ ആണെന്നുള്ള കാര്യം നീ വിട്ടുകളെ. ജയേട്ടൻ ഇങ്ങനൊരു ദുഷ്ടത്തരം ചെയ്യുന്ന അങ്ങേറ്റ ശത്രുവായ ഇന്ദ്രജ പോലും പറയില്ല. പോലീസുകാരല്ലേ,
വിശ്വസിക്കാൻ പറ്റില്ല ചില പോലീസുകാരെ. ഇനി ഇന്ദ്രജമ്മായി പറഞ്ഞിട്ട് മരുമകൻ ചെയ്താണോന്ന് ആർക്കറിയാം? മീനാക്ഷി, ഇന്നിവിടെ അടി പൊട്ടും. ഒരടിയും പൊട്ടില്ല. ഇവനൊരു മണ്ണുണിയാ. ഭാര്യ തുറിച്ചു നോക്കിയാ വിറയ്ക്കും. ഞാൻ സംശയിച്ചത് സത്യം തന്നെയാ. എന്ത് തെളിവുണ്ടായിട്ടാ എന്റെ അച്ഛനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? അവൻ ആദർശധീരനായ ഒരു ആന്റി കറപ്ഷൻ ACP തെറ്റ് കണ്ട ക്ഷമിക്കില്ല. കുറ്റക്കാരാണെന്ന് കണ്ടാൽ ആരും കയറി അങ്ങ് അറസ്റ്റ് ചെയ്യും. പിന്നൊരു ഗുണമുണ്ട്, ചെമ്പകമംഗലത്തുള്ളവരെ മാത്രമേ ഈ മഹാൻ അറസ്റ്റ് ചെയ്യൂ. എല്ലാവരും കൂടി എത്ര വേണമെങ്കിലും എന്നെ ഹറാസ് ചെയ്തോ. ഈ കൊലപാതകത്തിൽ വല്യമ്മാവനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ അറസ്റ്റ് ചെയ്തത്. നീ ജേട്ടൻ ഇനി വല്യമാവനൊന്നും വിളിക്കണ്ട. അത് നിനക്ക് അപമാനമായിരിക്കുമല്ലോ. വല്ല ക്രിമിനലിനോ പ്രതിനോ ഒക്കെ വിളിച്ചാ മതി. അല്ല, നിങ്ങൾക്ക് എന്റെ അച്ഛനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതേത് കാര്യത്തിലാണെന്നും കൂടി പറഞ്ഞാ കൊള്ളാം. അത് ആ മായമ്മയും വല്യമ്മാവനും തമ്മിലുള്ള ഇടപെടലിൽ എനിക്ക് സംശയം തോന്നി. ആ ഇടപെടൽ എന്താണെന്നാ മീനാക്ഷി ചോദിച്ചത്? അത് ഞങ്ങൾക്ക് അറിയണം. അത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും വിഷമം തോന്നരുത്. എന്ത് വിഷമം? എന്റെ മകനെ നിങ്ങൾ അഴിക്കകത്തിട്ട് പൂട്ടിയില്ലേ? അതിലപ്പുറം ഇനി എന്ത് വിഷമം തോന്നാനാടാ? ഞാൻ പറയാം. ഈ സംശയം ഇവിടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള മറുപടി അച്ഛൻ കൊടുത്തു. എടോ, മനോരോഗമുള്ള മാനസികാവസ്ഥയിൽ കാണുന്ന പലതും ഇത്തരം തെറ്റായ സംശയങ്ങളായിരിക്കും. ആ സംശയങ്ങൾ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറരുത്. പോലീസിന്റെ നിർവചനം എന്താണെന്ന് നിനക്കറിയാമല്ലോ. പൊളൈറ്റ്, ഒബീഡിയൻ, ലോയൽ, ഇന്റലിജന്റ്, കറേജിയസ് ആൻഡ് എഫിഷ്യന്റ്. നീ സേനയിൽ ജോലി കിട്ടിയപ്പോ നീ ആദ്യം പഠിച്ചതായിരിക്കും. എപ്പോഴും മറക്കുന്നു അത് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്ന എന്റെ ഡ്യൂട്ടിയാ. എന്നെ ഏൽപ്പിക്കുന്ന കേസിലെ പ്രതി എന്റെ അച്ഛനാണെങ്കിലും അമ്മാവനാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശരിയായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. നിൽക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.